പാഴായി കിടന്ന ഭൂമിയുടെ സ്ഥിതി മാറ്റിയെങ്കിൽ തന്റെ വാക്കുകൊണ്ട് തന്റെ ആത്മാവിന്റെ പരിവർത്തനത്താൽ പാഴും ശൂന്യമായി കിടന്ന ഭൂമിയുടെ സ്ഥിതി മാറ്റി അതിനെ ഫലപുഷ്ടിയുള്ള ഭൂമിയാക്കി തീർത്തെങ്കിൽ പാഴായി പോയല്ലോ, ശൂന്യമായി പോയല്ലോ, എല്ലാം തകർന്നല്ലോ, എല്ലാം അവസാനിച്ചല്ലോ, ഇനി എന്റെ സ്ഥിതി എങ്ങനെ മാറും? ഇനി ഇതിനൊരു വ്യത്യാസം വരത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ അവസാനിക്കത്തേ ഉള്ളൂ എന്ന് വിധി എഴുതുന്ന നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, ഫലപുഷ്ടിയുള്ള ഒരു വൃക്ഷം പോലെ ആക്കി തീർക്കാൻ ഇന്ന് പല ദൈവമതിയായ ദൈവ, അവൻ വിശ്വസ്തനായ ദൈവ. ആത്മാവിനെ പ്രവചിച്ചു പറയുക, ചില കുടുംബത്തിന്റെ ശൂന്യതകള് ഈ ദിവസങ്ങളിൽ ദൈവം എടുത്തു മാറ്റ്. പാഴായി പോയത് നീ തന്നെ വിധിയെഴുതി പ്രഖ്യാപിച്ച നിന്റെ ജീവിതത്തെ ഇന്ന് മകൻ ദൈവം മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. സകല ശൂന്യതകളെ മാറ്റിമറിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ഹലോ, സകല ശൂന്യതകളെ മാറ്റിമറിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ഇന്ന് മകൻ ആത്മാവ് നിന്റെ അകത്ത് വന്നാൽ നിന്റെ ശൂന്യത മാറും. പാഴായി പോയെന്ന് നീ കരുതുന്ന ചില മണ്ഡലങ്ങളില്ലേ, അതിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത ചില ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. വിശ്വസിക്കുന്ന ദൈവജനത്തില ഇന്ന് പറയുന്ന ദൈവത്തിന് ശ്രദ്ധ ചെയ്യുക. ചിലരുടെ ശൂന്യത ദൈവം ഇന്ന് പകൽ മാറ്റു. ചില കുടുംബത്തിന്റെ ശൂന്യത ഇന്ന് പകൽ ദൈവം മാറ്റു. നീ തന്നെ വിധി എഴുതി പ്രഖ്യാപിച്ച ചിലതിന് നിന്റെ വായ കൊണ്ട് തന്നെ തിരുത്തി പറയത്തക്ക നിലവാരത്തിൽ ചില ദൈവത്തിന്റെ ഹിതകൾ, ദൈവത്തിന്റെ പരിവർത്തനം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരും, നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരും, നിന്റെ തലമുറയിൽ വെളിപ്പെട്ട് വരും. ശൂന്യമാക്കപ്പെട്ട മണ്ഡലങ്ങളിൽ, പാഴായി പോയ ചില മണ്ഡലങ്ങളിൽ ആത്മാവിന്റെ പരിവർത്തനം വെളിപ്പെടട്ടെ, ആത്മാവിന്റെ പരിവർത്തനം വെളിപ്പെടട്ടെ. ഫലപുഷ്ടിയുള്ളതായി മാറേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം ഇന്ന് പകൽ വെളിപ്പെട്ട് വരട്ടെ. വെളിച്ചം പ്രകാശിക്കട്ടെ, വെളിച്ചം പ്രകാശിക്കട്ടെ. ഇരുട്ടി